മോർ ഫോർ ദാറ്റ് ലോഞ്ചിന് വേണ്ടിയിട്ടുള്ള റെഡിയാണോ? ചേട്ടൻ ഇറങ്ങിക്കോ. എല്ലാവർക്കും നമസ്കാരം. ഈ കമ്പനിയുടെ ഡയറക്ടേഴ്സ്, അമ്മ എല്ലാവർക്കും പ്രിയ സുഹൃത്തുക്കൾക്ക് നമസ്കാരം. പുതിയ കോൺസെപ്റ്റാണ്, പക്ഷേ ഇതിനോട് തുല്യമായ കോൺസെപ്റ്റ് നമുക്ക് ഇതിന് വേണ്ടി പല ഹോളിഡേയ്സ് അല്ല, ഏതായാലും മഹിള ഹോളിഡേയ്സ് ഏതാണ്ട് ഇതിനോട് സാമ്യമുള്ള ഒരു പദ്ധതിയാണെങ്കിൽ നമുക്ക് 20 വർഷം 25 വർഷമൊക്കെ നീണ്ടു നിൽക്കുന്ന സോളിഡ് പാക്കേജസ് ആണ്. തുടക്കം തന്നെ 2 lakhs, 5 lakhs, ഓരോ റേഞ്ചിനും ഓരോ പാക്കേജിനും ഓരോ ഘനമുണ്ട്. അതനുസരിച്ച് ഇത് 22 വർഷം 24 വർഷം മുമ്പുള്ള ഒരു അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ നേരിട്ടവർക്ക് പണം നൽകി ഭാഗമാകാൻ കഴിഞ്ഞത് ഒരു സിനിമാ താരമെന്ന നിലയ്ക്ക് ഞാൻ എൻ്റെ അനുഭവം പങ്കുവച്ചത്. പക്ഷെ ഇന്ന് ടൂറിസത്തിൻ്റെ ഒരു സ്കേപ്പിംഗ് എന്ന് പറയുന്നത് അട്ടപ്പട്ടൽ മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം. ഇത് കഴിഞ്ഞ ഒരു 4 വർഷമായിട്ട് വിഭാവനം ചെയ്തതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരുപക്ഷെ കണ്ടു മടുത്തു പോയി. ഇപ്പോൾ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ പറയുകയാണെങ്കിൽ ടൂറിസം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് കുമരകം, കോവളം, വർക്കല, അതുപോലെ നോർത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ബേക്കൽ, ഇങ്ങനെ കുറേ മോഡ്യൂൾസ്. പക്ഷെ ആ മോഡ്യൂൾസ് എല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ ഡെസ്റ്റിനേഷൻ ബിയോണ്ട് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന വലിയൊരു സമ്പ്രദായം രൂപവൽക്കരിച്ച് അതിൻ്റെ ശക്തമായ ഒരു നടത്തിപ്പിൻ്റെ പ്രയാണത്തിലാണ് ഇപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഏർപ്പെട്ടിട്ടുള്ളത്. ഗോവയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബീച്ച് ടൂറിസത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും ഉത്തമ ശൃംഖത്തിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് ഗോവ. ഗോവയിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്ന ഡെസ്റ്റിനേഷൻ ബിയോണ്ട് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന പദ്ധതിയുടെ കീഴിൽ ഡെസ്റ്റിനേഷൻ ബിയോണ്ട് ബീച്ചസ് അവരുടെ ഒരു ട്രജക്ടറിയിൽ ഉണ്ടാവും, പക്ഷെ അവരുടെ പ്രൊജക്ഷൻസിൽ ഉണ്ടാവും. എന്താണ് ഗോവയിൽ ബീച്ചസ് അല്ലാതെ പുതിയ അനുഭവം നിങ്ങൾക്ക് സമ്മാനിക്കാൻ സാധിക്കുന്നത്? ഇതൊരു പക്ഷേ വർഷങ്ങളായിട്ട് നമുക്ക് ഇൻബൗണ്ട് ടൂറിസം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇന്റർനാഷണൽ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യ ഈ മാപ്പിൽ ഏറ്റവും ഉയരങ്ങളിൽ നിന്നതാണ്. കോവിഡിന് ഒരു പക്ഷേ കീഴ്പ്പെട്ട് നമുക്കൊരു വീഴ്ച ഉണ്ടായെങ്കിൽ അതിൽ നിന്ന് വളരെ വ്യഗ്രതയോടെ വളരെ വേഗത്തിൽ പാഞ്ഞ് മുന്നിലേക്ക് വരുന്നതാണ്. നമുക്ക് പുതിയ കോമ്പറ്റീറ്റേഴ്സും ഇപ്പോൾ ഈ ഇൻഡസ്ട്രിയിലേക്ക് വന്നിട്ടുണ്ട്. ടർക്കി പോലെയുള്ള, തായ്ലൻഡ്, അവരുടെ ബാങ്കോക്ക് ടൂറിസം സ്കെയിൽ അപ്പ് ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന പുതിയ പ്രോപ്പർട്ടീസ്, സ്വഭാവ സവിശേഷതകൾ ഓരോ തിരഞ്ഞെടുക്കപ്പെട്ട് അനുഭവിച്ച് കഴിഞ്ഞിരിക്കുന്ന ഡെസ്റ്റിനേഷൻസിൽ പോലും പുതിയ സ്വഭാവ സവിശേഷതകൾ ചേർന്നു. ഹോം സ്റ്റേസ് എന്ന് പറയുന്ന പുതിയ സമ്പ്രദായം വന്നിരിക്കുന്നു. ഫേവറേറ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന ഒരു സമ്പ്രദായം അത് ബഹുമാന്യനായ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സ്വപ്ന പദ്ധതിയായിരുന്നു. അതും ശക്തമായിട്ട് നീങ്ങുകയാണ്. നിങ്ങൾക്ക് തന്നെ വോട്ട് ചെയ്യും. ഞാനിവിടെ ഉള്ള സുഹൃത്തുക്കളോടെല്ലാം പറയുകയാണ്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡെസ്റ്റിനേഷന് വേണ്ടി കേരളത്തിലാണ് അതിനുവേണ്ടി വോട്ട് ചെയ്യും. അപ്പോൾ ഇത് പരക്കെ ഇങ്ങനെ എന്തുകൊണ്ട് ഒരാൾ അല്ലെങ്കിൽ അതുപോലെ ഒരാൾ സൂചിപ്പിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ആ ഒരു ഡെസ്റ്റിനേഷൻ്റെ മഹത്വം വളരെ വിപുലമായി പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു രാജ്യത്തിൻ്റെ ടൂറിസത്തിൻ്റെ ഗ്രോത്തിന് അത് വലിയതായിട്ട് സഹായിക്കും. പരസ്യം 5-10 കോടി കൊടുത്ത് ഞങ്ങളെ പോലുള്ള
ആളിനോടൊന്നും വോട്ട് ചെയ്യാൻ പറഞ്ഞു. നിങ്ങൾ തന്നെ സൗണ്ട് കൊടുക്കണം. നിങ്ങളുടെ രാജ്യത്തിന്റെ സമ്പത്തിന്റെ പരസ്യക്കാർ നിങ്ങൾ തന്നെയായി മാറുന്ന ഒരു പുതിയ കാഴ്ച. അതാണ് വോട്ട് ഫോർ യുവർ ഫേവറേറ്റ് ഡെസ്റ്റിനേഷൻ. അങ്ങനെയുള്ള ഒരുപാട് പുതിയ പദ്ധതികൾ വരുന്നുണ്ട്. മുദ്രാ ലോൺ 10 ലക്ഷത്തിൽ നിന്ന് 20 ലക്ഷം വരെ ആക്കിയതിന്റെ പശ്ചാത്തലത്തിൽ ടൂറിസത്തിന്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ അഭികാമ്യത കൂടിയ ഡെസ്റ്റിനേഷനുകളിൽ കൺജഷൻ. അപ്പോൾ ഡീകൺജഷൻ എന്ന് പറയുന്നതും വലിയ സസ്റ്റൈനബിൾ ടൂറിസം എന്ന് പറയുന്ന വലിയൊരു മോഡ്യൂളിന് ആ സസ്റ്റൈനബിലിറ്റി അത് കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ഡീകൺജഷൻ. അപ്പോൾ ഇത് സ്കാറ്റർ ചെയ്ത് പുതിയ ഡെസ്റ്റിനേഷൻസ് കണ്ടെത്തുക. അവിടെ ഒക്കെ ഇനി മാരിയറ്റിന്റെയും ഹയറ്റിന്റെയും ഹോട്ടൽ വരുമെങ്കിൽ കാലങ്ങളെടുക്കും. ഇതൊന്നുമല്ലാതെ വെള്ളത്തിന് ശുദ്ധജലം, അത് കുളിക്കാനും കഴുകാനും കുടിക്കാനുമായ, അതുപോലെ തന്നെ പവർ, ഇതിന്റെ എല്ലാം ഒരു ലഭ്യത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഡെസ്റ്റിനേഷൻസ് ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് റൺ ഓഫ് ദ മിൽ കൈൻഡ് ഓഫ് ഡെസ്റ്റിനേഷൻസ് എന്ന് പറയുന്ന ആ സ്കീം പൊളിച്ചുകൊണ്ട് പുതിയ ആനന്ദം, ടൂറിസത്തിന്റെ പേരിൽ പുതിയ ആനന്ദത്തിനുള്ള തോക്ക് നമുക്ക് നൽകാൻ സാധിക്കും. മുദ്രാ ലോൺ വഴി ഹോം സ്റ്റേസിനുള്ള പുതിയ ഈ രംഗത്ത് ഒരുപക്ഷെ കേറ്ററിംഗ് പാസ്സായി വരുന്ന ഒരു പറ്റം ചെറുപ്പക്കാർക്ക് ഹോം സ്റ്റേസ് എന്ന് പറയുന്ന സമ്പ്രദായത്തിലേക്ക് പങ്കാളികളാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഞാൻ സത്യത്തിൽ അതുപോലെ ഒരു സമ്പ്രദായമായിട്ടാണ് ഈ 5 ചെറുപ്പക്കാരുടെ ഈ വെക്കാസ്റ്റയെ കാണുന്നത്. ഇതും ഒരു ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് പോലെയാണ് വന്നിരിക്കുന്നത്. 5 പേരും ഇന്ത്യക്ക് പുറത്ത് പണിയെടുക്കുന്നവരാണ്. അവിടെ നല്ലതുപോലെ ഉഴച്ച് സമ്പാദിച്ച് പണം കൊണ്ടുവന്ന് സ്വന്തം രാജ്യത്ത് പുതിയൊരു സമ്പ്രദായം നമ്മൾ ടൂറിസം വളർത്തുന്നതിന് വേണ്ടി അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നതാണ് എന്നെ ഈ പരിപാടിയിലേക്ക് ആകർഷിക്കുന്ന ഏറ്റവും വലിയ ഫാക്ടർ. ഇതുപോലെയുള്ള പുതിയ ഇൻവെസ്റ്റേഴ്സ് വരണം, പുതിയ ടൂറിസം അനുഭവം നമുക്ക് സമ്മാനിക്കാൻ സാധിക്കണം. വെക്കാസ്റ്റേക്ക് ഇന്ത്യൻ ടൂറിസത്തിന് ഒരുപാട് തിളക്കമേറ്റാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. Becca State should be here to stay. Thanks so much, my brothers, Guru, Swamiji, Mouse, and you too. Anyway, ladies and gentlemen, Bhavana ഒരു സംശയം പറഞ്ഞിരുന്നത് വെക്കാസ്റ്റയാണോ വെക്കേസ്റ്റയാണോ. I think it is vacation stay, but it sounds when you say vacastay, you know, rather than saying vacastay, it will be better if we say vacastay. So we decided to call it as vacastay. Anyway, I'm a person, ഞാൻ കുറേ ട്രാവൽ ചെയ്യുന്ന വ്യക്തിയാണ്. അത് പൈസ കൊടുക്കാത്തത് കുറേ ട്രാവൽ ചെയ്തിട്ടുണ്ട്. കാരണം പട്ടാളത്തിലായിരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റാത്ത പല സ്ഥലങ്ങളിലും ഞാൻ എത്തിപ്പെട്ടിട്ടുണ്ട്. When you travel and enjoy your vacations, that's the time your BP becomes normal. You are in a different positive vibe. You don't think anything negative. You're just enjoying. So this youngsters, this venture, ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് കറക്റ്റായിട്ട് യൂസ് ചെയ്യണം. പലപ്പോഴും എന്താ ചെയ്യാൻ മെമ്പർഷിപ്പ് എടുക്കും. But then because of the busy schedule of our life, നമുക്ക് പലപ്പോഴും പോകാൻ പറ്റാതെയാവുന്നു. പക്ഷേ എങ്കിലും I am ready to take the membership since Nikhila happened to be the brand ambassador. You are the brand ambassador. First legacy. So let me be the second legacy to take the membership. I will just follow her. And I wish all the best to the entire team, and it's a positive thing. And since our Minister for the Tourism is also here, so for the next 5 years, you should take the complete support from him. So anyway, wish you all the best. Thank you so much. God bless you all. Jai Hind. 2020 എന്തെങ്കിലും കോമ്പിനേഷൻ ഉണ്ടായിരുന്നില്ല. സോ ഒരുപാട് നാളുകൾക്ക് ശേഷം സുരേഷേട്ടനുള്ള ഒരു പ്രോഗ്രാമിന് വരികയാണ്. ഒരുപാട് സന്തോഷമായിട്ടും സുരേഷേട്ടൻ്റെ പിന്നെ മോളുടെ കല്യാണത്തിന് എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല. എനിക്ക് ഷൂട്ടിലായിരുന്നു, ഞാനിവിടെ ഉണ്ടായിരുന്നില്ല. സോ ഇപ്പോൾ കാണാൻ സാധിച്ചാൽ ഒരുപാട് സന്തോഷം. പിന്നെ ഞാനും നിഖിലയും കൂടി സംസാരിക്കായിരുന്നു, ശരിക്കും വെക്കേസ്റ്റേ ആണോ വെക്കാസ്റ്റേ ആണോ
ഭയങ്കര കൺഫ്യൂഷനിലായിരുന്നു ഞങ്ങൾ. പക്ഷേ എനിവേ ഇറ്റ്സ് എ നൈസ് കോൺസെപ്റ്റ്. നമ്മളെല്ലാവരും ഒരുപാട് സ്ട്രെസ്സും ഒരുപാട് ബിസി ആയിട്ടുള്ള ജീവിതത്തിലുള്ള ആൾക്കാരാണ്. സോ ഒരു 9999 പാക്കേജ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പാക്കേജാണ്, വെരി അട്രാക്റ്റീവ്. സോ ഇത് 3 വർഷത്തിൽ 3 സ്റ്റേ ആണ്. അതും ഇവർക്ക് ഒരുപാട് പ്രോജക്ട്സ് ഓൺഗോയിങ് ആണ്, ഓൾറെഡി തുടങ്ങിയിട്ടുള്ളതുണ്ട്. എല്ലാം നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഡെസ്റ്റിനേഷൻസ് ആണ്. സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊരു എക്സ്പ്ലോറിങ് ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിനൊരു അവസരം ഉണ്ടാക്കി. അപ്പോൾ കുറേ ഒത്തൻറ്റിക് ആയിട്ട് സുരേഷൊക്കെ സംസാരിച്ചു, നമ്മുടെ ടൂറിസം പറ്റി, നമ്മുടെ രാജ്യത്തിന് വേണ്ട ഡെവലപ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. സോ അതുപോലെ തന്നെ ഇതൊരു വലിയ ഒരു മൈൽ സ്റ്റോൺ ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. വെക്കാസ്റ്റയുടെ എല്ലാ ആൾക്കാർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും. ഇതൊരു വലിയ വിജയമായി തീരട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ് മീ. ഇവിടെ ഇങ്ങനൊരു ഇവൻറ്റിന് എനിക്ക് വരാൻ സാധിച്ചത് ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. നിഖിലേക്ക് മാവാം. അതായത് ആദ്യം 5000 രജിസ്റ്റർ ചെയ്യുന്നവരിൽ ലക്കി ടിപ്പില് ഒരാൾക്ക് കാർ ബോക്സ് കൊണ്ടുപോകാം. നിഖിലേക്ക് ലൈസൻസ് കിട്ടിയെന്നല്ലേ സെറ്റ് നിഖിലേക്ക് എല്ലാവർക്കും നമസ്കാരം. വീട്ടിൽ നിൽക്കുന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുരേഷനും ബാബുചേച്ചി രചാനും ഇവരുടെ എല്ലാവരുടെയും കൂടെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു ഇവൻറ്റിൽ പങ്കെടുക്കുന്നത്. ബാബുചേച്ചി ഞാൻ ഇവിടെ പങ്കെടുത്തിട്ടുണ്ട്. ഷാർജായിട്ടുള്ള ഒരു ഇവൻറ്റിൽ ഞാൻ ഇവരുടെ കൂടെ പങ്കെടുക്കുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. പക്കാ സ്റ്റേ എന്നാണ് ഇവിടെ പറഞ്ഞതെങ്കിലും മുതലാളിമാർക്കാണെങ്കിലും ഒന്ന് വെക്കി സ്റ്റേ എന്നായിരുന്നു. അപ്പോൾ വെക്കി സ്റ്റേ എന്ന് പറഞ്ഞത് ഞാൻ തുടങ്ങാം. നമുക്ക് എല്ലാവർക്കും യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ്. നമുക്ക് ബിസി ലൈഫിൽ നമുക്ക് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സമയങ്ങളിലൊക്കെ യാത്ര നമ്മളെ എനർജൈസ് ചെയ്യും, നമ്മളെ റിഫ്രഷ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എപ്പോഴും യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും ഉള്ള ഒരു പ്രശ്നമാണ് ഈ ബഡ്ജറ്റിൻ്റെ പ്രശ്നം. ഒരു ഫാമിലിയിലൊക്കെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു 4 പേര് പോവുക അല്ലെങ്കിൽ ഒരു ട്രിപ്പ് പോവുക എന്നൊക്കെ പറയുമ്പോൾ തന്നെ വലിയൊരു എമൗണ്ട് ചിലവാകും. ഒരു വർഷത്തിൽ ഇത്രയും പൈസ ചിലവാക്കുക എന്നൊക്കെ പറയുന്നത് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിനെയൊക്കെ സംബന്ധിച്ച് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. അപ്പം അങ്ങനെയുള്ള ഒരു സമയത്താണ് വെക്കേഷൻ ഇങ്ങനെ ഒരു ഓഫർ കൊടുക്കുന്നത്, ലോഞ്ചിങ് ഓഫർ എന്നുള്ള രീതിയിൽ 9999 rupees എന്നാണ് ഈ സ്റ്റേ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നത്. ഇതിൽ 3 വർഷത്തിൽ 9 സ്റ്റേ ആണ്. അത് ഒരു വർഷത്തിൽ 3 വർഷത്തിൽ 9 സ്റ്റേ ആണെങ്കിൽ ഒരു വർഷത്തിൽ 3 സ്റ്റേ എടുക്കാൻ പറ്റും. അത് മാത്രമല്ല നിങ്ങൾക്ക് ഇതിൻ്റെ ഇത് നമുക്ക് ഈ അവെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ തന്നെ ആപ്പ് ഉണ്ട്, ആപ്പ് ത്രൂ അവെയിൽ ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ എല്ലാ തരത്തിലും നിങ്ങൾക്ക് വളരെ ഫ്രണ്ട്ലി, യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഇതാണ് അവർ കൊടുക്കുന്നത്. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് ഇത് എടുക്കാൻ സാധ്യതയുണ്ട്. ഇതിലൊരു ഓഫർ ഉള്ള സ്ഥിതിക്ക് ഇത് ഒരുപാട് പേര് ഞാൻ ചോദിച്ചു നേരത്തെ, ഇത് Airbnb-യിലോ അല്ലെങ്കിൽ മേക്ക് മൈ ട്രിപ്പിലൊന്നും ഇടുന്നില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഈ സ്റ്റേ ഓൾറെഡി ഒരുപാട് പേര് എടുക്കും, അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്വന്തമായിട്ട് ആപ്പ് ഡെവലപ്പ് ചെയ്ത് ഇതുപോലൊരു ലോഞ്ച് നടത്തി ഒരു 5 പേര് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ സുരേഷിന് ടൂറിസത്തിന് വേണ്ടിയിട്ട് പുറത്ത് വർക്ക് ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് ചെയ്യുന്നു എന്ന് പറയുന്നത് വലിയ സന്തോഷവും അഭിമാനമുള്ള കാര്യമാണ്. അപ്പം ഇവർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനി ഞാൻ പറഞ്ഞതുപോലെ ഞാൻ മെമ്പറാണ്. അതുപോലെ എനിക്ക് ശേഷം വരുന്ന 5000 പേരിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുത്ത് അവർക്ക് താഴെ കൊടുക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാധ്യത മുന്നിലുണ്ട്. അങ്ങനെ ആര് വേണമെങ്കിലും ആവാം. നിങ്ങൾക്ക് വെക്കേഷനിൽ എൻജോയ് ചെയ്യാം, പിന്നീട് നിങ്ങൾക്ക് ഒരു താളിലും പോകാൻ പറ്റും. അപ്പോൾ എല്ലാവിധ ആശംസകളും. ഓൾ ദി ബെസ്റ്റ്. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് ഈ വേദിയിൽ നിൽക്കുമ്പോൾ. കാര്യം വെക്കാസ്റ്റയുടെ കുറേ കാര്യങ്ങൾ എനിക്ക് അറിയാവുന്ന കുറേ കാര്യങ്ങൾക്ക് അതിൻ്റെ കൂടെ മുൻകട്ടുള്ള ആളാണ് സുരേഷ്. അതുപോലെ ഇപ്പോൾ ഷിയാസും ഇപ്പോൾ നമ്മളൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നരിവേട്ടം അപ്പോൾ സിനിമ ഫീൽഡിലൊന്നുമില്ല. അപ്പോൾ ഈ വെക്കാസ്റ്റ എന്ന് പറഞ്ഞ ഈ സ്ഥാപനത്തിന് എല്ലാവിധ വിജയാശംസകളുണ്ട്. നമസ്കാരം. വെക്കാസ്റ്റ് എൻ്റെ എല്ലാവരും എൻ്റെ സുഹൃത്തുക്കളാണ്, സ്റ്റാഫുകളായാലും എൻ്റെ പാർട്ട്നേഴ്സായാലും. ഇത് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് തന്നെ മൂന്നാമത് രാജാക്കാട് ഞാൻ സുഹൃത്തുക്കളും താമസിച്ചത്. രാവിലെ വെക്കാസ്റ്റ് സാറുകൊണ്ട് ഞങ്ങളുടെ ഒപ്പം
Thank you. Now we will have a photo session with